പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ജോൺ സിന എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ജോൺ സിന എന്തുകൊണ്ട് സബ്മിറ്റ് ചെയ്തു തുടങ്ങിയ കാരണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ജോൺ സിന എന്ന് പറയുന്ന മെഗാ താരത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറുടെ റിട്ടയർമെൻറ്റ് മാച്ച് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഗിന്ദർ എന്ന് പറയുന്ന ദ ലാസ്റ്റ് ടൈം ഈസ് നൗ ടൂർണമെൻറ്റ് വിജയിച്ചു വന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെതിരെയാണ് ജോൺ സിന റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ചത്. അദ്ദേഹം മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം നന്നായി പോരാടി. പക്ഷേ അദ്ദേഹം ടാപ്പ് ഔട്ട് ചെയ്ത് പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതും വലിയ രീതിയിലുള്ള ഒരു ടാപ്പ് ഔട്ട് അല്ല, പെട്ടെന്ന് ഒരു ടാപ്പ് ഔട്ട്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റിലല്ലാതെ ഒരു ടാപ്പ് ഔട്ട് ജോൺസണയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ആരാധകർക്കിടയിൽ ആ ഒരു ടാപ്പ് ഔട്ട് കണ്ടതിന് ശേഷം ജോൺസനെ പരാജയപ്പെടത്തില്ല, ജോൺസന ടാപ്പ് ഔട്ട് ചെയ്ത് പരാജയപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ആരാധകർ അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും ജോൺസന പരാജയപ്പെട്ടത് തുടങ്ങിയവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇനി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, ജോൺസണയുടെ ഇൻ്റർവ്യൂകളിൽ കണ്ട കൂട്ടുകാർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ജോൺസന ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് ഇനി താൻ റിങ് വിട്ടു പോകുമ്പോൾ തനിക്ക് പകരം ഈ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടി യുവതാരങ്ങൾ കയറി വരണം. 2002 ജൂലൈ മാസത്തിൽ കർട്ട് ആംഗിളിനെതിരെ താൻ കയറി വന്നപ്പോൾ തനിക്ക് കിട്ടിയ ഒരു സ്പേസ് അത് തനിക്ക് മുൻപുള്ള ലെജൻസ് ഒഴിഞ്ഞു തന്ന ആ ഒരു സ്പേസാണ്. ആ ഒരു സ്ഥലത്തേക്ക് തനിക്കൊരു ഭാഗം കിട്ടിയപ്പോൾ അത് താൻ ഫുൾഫിൽ ചെയ്തു. എന്നാൽ താൻ കളം വിട്ടു പോകുമ്പോൾ തനിക്ക് അന്ന് ലെജൻസ് ഒഴിഞ്ഞു മാറി തന്ന പോലെ താൻ ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോൾ അവിടേക്ക് മറ്റ് യങ് ടാലൻസ് കയറി വരണം. അപ്പോൾ അവരെ കോടിക്കണക്കിന് ആരാധകർക്ക് മുൻപിൽ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് തൻ്റെ റിട്ടയർമെൻറ്റ് ആ ഇവൻ്റ് കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജോൺസന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷോയിൽ ഉടനീളം NXTയിൽ നിന്നുള്ള റെസ്ലേഴ്സിനെ ഉപയോഗിച്ച് മത്സരം കൊടുത്തത് ജോൺസനയുടെ ആഗ്രഹമായിരുന്നു. ജോൺസന കമ്പനിയുടെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിച്ച് അദ്ദേഹം കൊടുത്തതായിരുന്നു. അതിൽ ഒന്നായിരുന്നു ഗിന്ദറിനെതിരെ പരാജയപ്പെടാൻ എടുത്ത ഒരു തീരുമാനം. അതായത് ബിസിനസ്സിന് എന്താണോ നല്ലത്, കമ്പനിയുടെ ഭാവിയിലേക്ക് എന്താണോ നല്ലത്, ആ ഒരു തീരുമാനമാണ് ജോൺസനെയും കൈക്കൊള്ളത്. അതായത് ഗിന്ദർ എന്ന് പറയുന്ന റെസ്ലർ ജോൺസനെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തുമ്പോൾ ഗിന്ദർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടുന്ന ഒരു മൊമെൻറ്റമുണ്ട്. ആ ഒരു മൊമെൻറ്റം കമ്പനിയെ വരും വർഷങ്ങളിൽ ലാഭത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജോൺസന ഗിന്ദറിനെതിരെ ടാപ്പ് ഔട്ട് ചെയ്ത് പരാജയപ്പെടാൻ ഒരുക്കമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടാമത്തേത്, ഗിന്ദർ എന്ന് പറയുന്ന റെസ്ലറിന് ഈ ഒരു വിജയം ഒരു മെഗാ വില്ലൻ കഥാപാത്രത്തിലേക്കുള്ള ഒരു പരിവേഷത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് WWE കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരു മെഗാ വില്ലനെ കൂടി കിട്ടുന്നു. ഈ വർഷം 2 ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള റെസ്ലേഴ്സിനെ റിട്ടയർമെൻറ്റ് മാച്ചിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ഗിന്ദർ ഈ വർഷം അവസാനിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ഹോളോ ഫെയിമറായ ഗോൾബർഗ്, രണ്ടാമത്തേത് ജോൺസിന. ഈ 2 റെസ്ലേഴ്സിൻ്റെയും റിട്ടയർമെൻറ്റ് മാച്ചിൽ അവരെ നേരിട്ടത് ഗിന്ദറാണ്. 2 പേരെയും പരാജയപ്പെടുത്തിയത് ഗിന്ദറാണ്. അപ്പോൾ ഗിന്ദർ എന്ന് പറയുന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യന് 2025 സ്വന്തമാക്കാൻ സാധിച്ച ഈ ഒരു അച്ചീവ്മെൻറ്റ് ഇതിന് മുൻപ് മറ്റൊരു റെസ്ലറിന് സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു അച്ചീവ്മെൻ്റാണ്. ആ ഒരു 2 അച്ചീവ്മെൻറ്റുകൾ ഗിന്ദറിന് കിട്ടുമ്പോൾ ഗിന്ദറിന് ആരാധകർക്കിടയിൽ കിട്ടുന്ന ഒരു ഹീറ്റുണ്ട്. ഈ ഗോൾബർഗ്, ജോൺസന തുടങ്ങിയവരൊക്കെ ആരാധകർ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ്, കമ്പനിയുടെ മുഖമായിട്ട് നിന്നിരുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ അവരുടെ ലാസ്റ്റ് മാച്ചിൽ പരാജയപ്പെടുത്തി ഗിന്ദർ വിജയിക്കുന്ന സമയത്ത് ആരാധകർ ഗിന്ദറിനെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. ഈ വില്ലനായിട്ട് ഗിന്ദറിനെ കാണുമ്പോൾ ഈ വില്ലനെതിരെ വന്ന് നിൽക്കുന്ന റെസ്ലേഴ്സ് ഉണ്ടല്ലോ, ഇനി വരും വർഷങ്ങളിൽ ഗിന്ദറിനെതിരെ വന്ന് നിൽക്കുന്ന റെസ്ലേഴ്സിന് കാണികളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ അടുത്ത ജോൺസിനെയോ അടുത്ത റോമൻ റീൻസിനെയോ അല്ലെങ്കിൽ അടുത്ത ഗോൾബർഗിനെയോ ആ റെസ്ലേഴ്സിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കമ്പനിക്ക് സാധിക്കും. അതും ഗിന്ദർ ജോൺസനെ പരാജയപ്പെടുത്തുന്നതിന് ഒരു പോയിന്റ് ആയി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടി പങ്കുവെക്കാം. ഇന്നത്തെ ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം ഗിന്ദർ എറീനയ്ക്ക് പുറത്തു വന്നതിന് ശേഷം ആരാധകർ ഗിന്ദറിനെ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. തെറിയൊക്കെ വിളിച്ച് നമുക്ക് മത്സരത്തിൽ ഉടനീളം അത് കേൾക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയല്ലേ. സ്ക്രിപ്റ്റഡ് ഷോയിൽ അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അവിടെ ആ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ കാണികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ഷോ അവസാനിച്ചതിന് ശേഷം ഇതേ തെറിയും ഇതേ ഒരു രീതിയിലുള്ള ചാൻറ്റുകളും ഗിന്ദർ പുറത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ടെങ്കിൽ ഗിന്ദറിനെ ഒരു മെഗാ വില്ലനാക്കിയിട്ട് WWE സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അതിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആരാധകർ ഗിന്ദറിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കമ്പനിക്ക്
മുതൽക്കൂട്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺസിന ഈ ടാപ്പ് ഔട്ട് ചെയ്ത് ഗുന്തറിനെതിരെ പരാജയപ്പെടാം എന്ന് എടുത്ത തീരുമാനം അതിപ്പോൾ തന്നെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റൊരു സംശയം പലർക്കും ഉള്ളത് ട്രിപ്പിൾ എച്ച് ജോൺസിന രണ്ട് പേരും കട്ടക്ക് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. ഇതിൽ ട്രിപ്പിൾ എച്ച് ഹോൾ ഓഫ് ഫെയിമർ ആയിട്ടും കമ്പനിയുടെ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ടും മാറിയതിനു ശേഷം ജോൺസിന കമ്പനിയിൽ തുടർന്നു. അദ്ദേഹം ഒരു ട്രിപ്പിൾ എച്ചിനേക്കാൾ മുകളിലേക്ക് ഉയർന്നു വരുന്ന റെസ്ലറായി മാറി. അപ്പോൾ ട്രിപ്പിൾ എച്ചിന് ജോൺസിനയോട് അസൂയയുണ്ടോ? ട്രിപ്പിൾ എച്ചിനേക്കാൾ മുകളിലേക്ക് ജോൺസിനെ കയറി വന്നതിൽ ജോൺസിനയോട് അസൂയ ഉള്ളത് കൊണ്ടാണോ ട്രിപ്പിൾ എച്ച് ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂർ ഇങ്ങനെ മോശമാക്കിയത് എന്ന് പലർക്കും തോന്നിയേക്കാം. ഇന്നത്തെ ഈ ഒരു റിട്ടയർമെൻറ്റ് മാച്ചൊക്കെ കഴിഞ്ഞ് ജോൺസിന റിങ്ങിൽ നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ട്രിപ്പിൾ എച്ചും റോസ്റ്ററിലുള്ള മറ്റ് എല്ലാ ടോപ്പ് സൂപ്പർ സ്റ്റാർസും നടന്നു വരുന്നുണ്ട്. അതിൽ ട്രിപ്പിൾ എച്ച് ജോൺസിനെ ഹഗ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഹഗ് ചെയ്യുന്ന ഒരു സമയത്ത് കാണികൾ ട്രിപ്പിൾ എച്ചിനെ കൂവിക്കൊണ്ടാണ് വരവേൽക്കുന്നത്. അതായത് ട്രിപ്പിൾ എച്ച് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അമേരിക്കൻ ഓഡിയൻസിനുണ്ട്. റിട്ടയർമെൻറ്റ് ടൂറ് അദ്ദേഹം കൃത്യമായി നടത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം കാണികൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വലിയൊരു കൂവൽ ട്രിപ്പിൾ എച്ച് ജോൺസിനെ ഹഗ് ചെയ്യുന്ന ഒരു സമയത്ത് വന്നത്. പക്ഷേ ട്രിപ്പിൾ എച്ച് അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പോസ്റ്റ് ഷോ ആ പരിപാടിയിലും ട്രിപ്പിൾ എച്ചിനെതിരെ ഇത്തരത്തിലുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എതിരെ തെറിവിളികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊട്ടത്തലയെ കളിയാക്കിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. AEW എന്നുള്ളൊരു ചാനലുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ട്രിപ്പിൾ എച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ട്രിപ്പിൾ എച്ച് ഒറ്റവാക്കിൽ ആ ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടി കൊടുത്തു. ബിസിനസ്സിന് എന്താണോ ശരി അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ട്രിപ്പിൾ എച്ച് ജോൺസിനെ പണിതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിൾ എച്ച് ജോൺസിനേക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനാക്കി, ജോൺസിനെ ഹീലാക്കി. ആ ഹീലാക്കിയിട്ടുള്ള ഒരു സ്റ്റോറി അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ജോൺസിനെ ഹീലാക്കി ആരാധകർക്ക് മൊമെൻറ്റ് ജോൺസിനെ ഹീലായാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഈ ഒരു സൂപ്പർ സീന കഥാപാത്രത്തിൽ നിന്ന് എന്നുള്ള ഒരു മൊമെൻറ്റ് കൊടുത്തു. മറ്റൊന്ന് ജോൺസിനെ 17 ടൈം വേൾഡ് ചാമ്പ്യനാക്കി. ഇനി ഒരാൾക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലേക്ക് ആ ഒരു റെക്കോർഡ് മാറ്റി. അങ്ങനെ ജോൺസിനയുടെ കരിയറിനെ സംബന്ധിച്ച് നമ്മൾ കാത്തിരുന്ന എല്ലാ മൊമെൻറ്റ്സും ജോൺസിനയ്ക്ക് റിട്ടയർമെൻറ്റ് ടൂറിൽ ട്രിപ്പിൾ എച്ച് കൊടുത്തു. എന്നിട്ട് ട്രിപ്പിൾ എച്ച് ജോൺസിനയിലൂടെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തു. കമ്പനിയുടെ ഭാവിയിലേക്കുള്ള താരങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ട്രിപ്പിൾ എച്ച് എടുത്ത തീരുമാനങ്ങൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിലേക്ക് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ മോശമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2025 ട്രിപ്പിൾ എച്ച് ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ എടുത്ത തീരുമാനങ്ങളിൽ അതിൽ ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ റിട്ടയർമെൻറ്റ് മാച്ചിലൊന്നും ട്രിപ്പിൾ എച്ച് എടുത്ത തീരുമാനം മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. പലരും അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് മനഃപൂർവ്വം ജോൺസിനയുടെ കരിയറിനെ അപമാനിച്ചതാണ്, ട്രിപ്പിൾ എച്ചിനേക്കാൾ വലിയ താരമായതുകൊണ്ട് ജോൺസിനയുടെ കരിയറിനെ തരം താഴ്ത്തി കാണിച്ചതാണ് എന്നുള്ളത്. അത്തരത്തിലൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇതൊക്കെ കേട്ടതിന് ശേഷം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.